നിങ്ങളുടെ ജീവിതത്തിലേക്ക് എന്തിനെയെങ്കിലും ആകർഷിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രവൃത്തികൾ ആ ആഗ്രഹത്തിന് വിരുദ്ധമാകുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. ഒരു ഉത്തമ ബന്ധം ജീവിതത്തിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം സ്വയം മനസ്സിലാക്കുക. നിങ്ങളുടെ സാന്നിധ്യം നിങ്ങൾക്ക് സ്വയം ആസ്വദിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ മറ്റാരെങ്കിലും നിങ്ങളുടെ സാന്നിധ്യം ആസ്വദിക്കും എന്ന് കരുതാനാകുമോ? ഇല്ല. മറ്റുള്ളവർ നമ്മോട് എങ്ങനെ പെരുമാറണമെന്ന് ആഗ്രഹിക്കുന്നുവോ ആ വിധത്തിൽ നമ്മൾ സ്വയം പെരുമാറുക. നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ സ്നേഹവും ബഹുമാനവുമില്ലെങ്കിൽ എന്ത് സംഭവിക്കും? എനിക്ക് അത്ര പ്രാധാന്യമില്ല, എനിക്കതിന് അർഹതയില്ല എന്ന സിഗ്നൽ നിങ്ങൾ സ്വയം പ്രസരിപ്പിക്കാൻ തുടങ്ങും. അപ്പോൾ തിരിച്ചും നിങ്ങളെ ആരും ബഹുമാനിക്കാത്ത, വിലമതിക്കാത്ത ഒരു അവസ്ഥ എപ്പോഴും അനുഭവിക്കേണ്ടതായിട്ട് വരും. ആകർഷണ നിയമം പറയുന്നത് നമ്മളിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന തരംഗങ്ങൾ എന്തിൻ്റെയാണോ അതിന് യോജിക്കുന്ന അനുഭവങ്ങളായിരിക്കും അത് നമ്മൾക്ക് തിരിച്ചു കൊണ്ടുവന്ന് തരുന്നത്. നിങ്ങൾ നിങ്ങളോട് സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും പെരുമാറുക. ആ സിഗ്നൽ പ്രസരിപ്പിക്കുക. ആ ഒരു ഫ്രീക്വൻസി നമ്മൾ കൈവരിക്കുമ്പോൾ ആകർഷണ നിയമം പ്രപഞ്ചത്തെ മുഴുവൻ അതിന് അനുകൂലമായി ചലിപ്പിക്കും. നമ്മളുടെ ജീവിതം നമ്മളെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന വ്യക്തികളെ കൊണ്ട് നിറയും. സ്വന്തം കാര്യത്തെ ഏറ്റവും അവസാനം പരിഗണിക്കുക എന്നതാണ് പലരും പിന്തുടരുന്ന രീതി. അതിൻ്റെ ഫലമായിട്ട് നമ്മൾ മതിപ്പില്ലാത്തവരാണ്, അർഹതയില്ലാത്തവരാണ് എന്ന വികാരത്തെ സ്വയം ആകർഷിച്ചു വരുത്തുന്നു. അപ്പോൾ സമാനമായ സാഹചര്യങ്ങളും ജീവിതത്തിലേക്ക് കൂടുതലായി വന്നു ചേരാൻ തുടങ്ങും. നമ്മൾ വില കുറഞ്ഞവർ ആണെന്ന വികാരം കൂടുതൽ അനുഭവപ്പെടും. അപ്പോൾ എന്ത് സംഭവിക്കും? ആ രീതിയിൽ നമ്മളോട് പെരുമാറുന്ന ആൾക്കാരും നമ്മൾക്ക് ചുറ്റും നിറയാൻ തുടങ്ങും. അതുകൊണ്ട് ആ ചിന്താരീതി ആദ്യം തന്നെ മാറ്റുക. നിങ്ങൾക്ക് തന്നെ ആദ്യം അളവറ്റ സ്നേഹം നൽകുക. അപ്പോൾ ചുറ്റുമുള്ളവർക്കും മൂല്യം ഏറി വരും. ഇതാണ് യാഥാർത്ഥ്യം. സ്വന്തം കാര്യം നോക്കുക എന്നത് അത്യാവശ്യമാണ്. ഓരോ വ്യക്തിയുടെയും സന്തോഷത്തിൻ്റെ ഉത്തരവാദിത്വം ആ വ്യക്തിക്ക് തന്നെയാണ്. സ്വയം സന്തോഷിക്കുമ്പോൾ നിങ്ങളുടെ സാന്നിധ്യം മറ്റുള്ളവർക്കും സന്തോഷം പകരും. ഓരോരുത്തർക്കും നിങ്ങളൊരു മാതൃകയായി തീരും. നിങ്ങളുടെ ശരീരത്തെ സ്നേഹിക്കുക, നിറത്തെ സ്നേഹിക്കുക, നിങ്ങൾ എന്ന വ്യക്തിയെ പ്രണയിക്കുക. സ്വയം സുഖകരമല്ലാത്ത വികാരം തോന്നുമ്പോൾ ഈ പ്രപഞ്ചം നമുക്കായി ഒരുക്കി വച്ചിരിക്കുന്ന എല്ലാ സ്നേഹബന്ധങ്ങളെയും നമ്മൾ തടഞ്ഞു നിർത്തുകയാണ് ചെയ്യുന്നത്. വ്യക്തിബന്ധങ്ങളുടെ കാര്യത്തിൽ നമുക്കെല്ലാം മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന ഒരു ശീലമുണ്ട്, അല്ലേ? ജീവിത പങ്കാളിയെക്കുറിച്ച്, മക്കളെക്കുറിച്ച്, അല്ലെങ്കിൽ സഹപ്രവർത്തകരെയും ബന്ധുക്കളെയും കുറിച്ച് ഇങ്ങനെ പരാതി പറയുമ്പോൾ അവരിൽ നിന്നെല്ലാം അതേ അനുഭവം തന്നെ വീണ്ടും വീണ്ടും നമ്മൾക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. അതിനു പകരം അവരുടെ നന്മയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അവരിൽ നമ്മൾ ആദരിക്കുന്ന ഗുണം എന്താണോ ഉള്ളത് അത് ശ്രദ്ധിക്കുക. രൂക്ഷമായ പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ബന്ധങ്ങളെപ്പോലും അതെല്ലാം മായ്ച്ചു കളഞ്ഞ് ഊഷ്മളമായ രീതിയിൽ തിരികെ കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കും. ഒരു പേപ്പറിൽ ആ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ ആദരിക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടാകാതെ ഇരിക്കില്ലല്ലോ, അത് എഴുതുക. ഒരു 30 ദിവസമെങ്കിലും ഇത് തുടരുക. അവരുടെ സൽഗുണങ്ങളിൽ മാത്രം മനസ്സ് കേന്ദ്രീകരിക്കുമ്പോൾ അതേ കാര്യങ്ങൾ നിങ്ങൾക്ക് അവരിൽ നിന്ന് തിരികെ കിട്ടാൻ തുടങ്ങും. കഴിയുന്നത്ര എന്തിനേയും സ്നേഹിക്കുക, എല്ലാവരെയും സ്നേഹിക്കുക. പ്രപഞ്ചം അതിൻ്റെ 10 മടങ്ങ് സ്നേഹം നിങ്ങൾക്ക് തിരികെ തരും. ജീവിതം നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തികളെ കൊണ്ട് നിറയും. എല്ലാ നല്ല വ്യക്തിയെയും ആകർഷണ നിയമം നിങ്ങളിലേക്ക് അടുപ്പിച്ചുകൊണ്ടേയിരിക്കും.